2 MLA-മാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബഹുമാന്യായ MP ഹൈബി ഈഡൻ MLA ആയിരിക്കുമ്പോൾ ആദ്യഘട്ടമായി 1 കോടി രൂപയും പണി പൂർത്തിയാകാതെ വന്നപ്പോൾ ശ്രീ TJ വിനോദ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപയും നൽകിക്കൊണ്ട് ഇവിടെ ഈ കെട്ടിടം പൂർത്തിയാക്കി. 2014 ആരംഭിച്ച കെട്ടിടമാണ്. ശരിയായ പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുന്നതിൽ നമ്മുടെ എഞ്ചിനീയർമാർക്ക് പറ്റുന്ന അബദ്ധമാണ് ഇതിന്റെ ഒരു ഉദാഹരണം. 2014 പണി തുടങ്ങുമ്പോൾ 1 കോടി രൂപയ്ക്ക് ഇതും ഇതിന്റെ മുകളിൽ ഒരു നിലയും കൂടിയാണ് പരിപാടി ഇട്ടത് എന്നാണ് MBA ധരിപ്പിച്ചത്. പക്ഷേ ഇത് കായലിന്റെ തീരമാണ്, ഇവിടെ മണ്ണെടുത്തിട്ട സ്ഥലമാണ്, ചതുപ്പാണ്, ഇവിടെ പൈൽ ചെയ്യേണ്ടി വരുമെന്ന് ചിന്തിക്കാതെ ആദ്യം തന്നെ പ്ലാൻ വരച്ചു. അത് ഒരു അസ്ഥിപഞ്ജരം പോലെ ഇവിടെ നിന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ വിനോദ് പിന്നീട് 60 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് പൂർത്തിയാക്കി. ഇതൊക്കെ അങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാടിന് നഷ്ടമാണ്, ദേശീയ ദ്രോഹങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. നമ്മുടെ നാടിന്റെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പരിപൂർണമായി തീർത്ത് ഉപയോഗപ്രദമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ദേശദ്രോഹമായി തന്നെ കണക്കാക്കണം. ആ ദേശദ്രോഹത്തിൽ നിന്നും ഈ ഒരു കെട്ടിടത്തെ ശാപമോക്ഷം നൽകി രക്ഷപ്പെടുത്തിയ ശ്രീ ഹൈബി ഈഡനെയും ശ്രീ വിനോദിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പദ്ധതികൾ ഇപ്പോൾ MLA സംബന്ധിച്ച് ഒരിക്കലും ഈ പദ്ധതി പണിതാൽ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് കാരക്കാമുറിയിൽ KSRTCയുടെ സ്ഥലത്ത് ഹൈബി ഈഡൻ പണം കൊടുത്ത് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്കുമുള്ള 2 കോടി രൂപ KSRTCയിലെ ഒരു എഞ്ചിനീയറുടെ കഴിവുകേട് കൊണ്ട് അത് തകരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അതിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്കായിരുന്നു. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി അവിടെ ഒരു പുതിയ ബസ് സ്റ്റേഷൻ പണിയണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ തരാം എന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ അവിടെ പറഞ്ഞിരുന്നത് കാരക്കാമുറി കിടക്കുന്ന സ്ഥലം സ്മാർട്ട് സിറ്റിക്ക് ഞാൻ കൊടുത്താൽ വൈറ്റിലയിൽ കുറച്ച് സ്ഥലം തരാം എന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥലം വെച്ചു മാറാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. പക്ഷെ എനിക്ക് അത്ര ഒരു പന്തിയായിട്ട് തോന്നിയില്ല. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, സ്ഥലം വെച്ചു മാറണ്ട, ഇവിടെ പണിഞ്ഞോളൂ, പണിയാനുള്ള അനുവാദം തരാം, അവിടുത്തെ സ്ഥലവും നമുക്ക് തരണമെന്നില്ല, വൈറ്റിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് തന്ത്രപരം ഒരു തീരുമാനമെടുത്തു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ ബുദ്ധി ദൈവം പറഞ്ഞെന്ന ബുദ്ധിയാണ്. കാരണം എന്താണെന്നറിയാമോ, ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ വകയായിട്ട് അവിടെ ബസ് സ്റ്റേഷൻ ഇല്ല. ഈ സ്ഥലം കൈമാറി കൊടുത്തിരുന്നെങ്കിൽ KSRTCയുടെ കോടാനുകോടി രൂപയുടെ സ്ഥലം അവരെ കയ്യിരിക്കുകയും ചെയ്തതിന് ബസ് സ്റ്റാൻഡ് വരാതിരിക്കുകയും ചെയ്യും. പക്ഷെ ബസ് സ്റ്റാൻഡ് വരും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും ചോദിക്കുന്നു, ഇപ്പോൾ KSUവിന്റെ ഒരു കത്ത് എനിക്ക് തന്നവർ ആ ബസ് സ്റ്റേഷനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ട്രോൾ അടിക്കുകയാണെന്ന് പറഞ്ഞു. ബസ് സ്റ്റേഷനിലെ വെള്ളക്കെട്ട് തടയുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടിന് KSRTCയുടെ MD CMDയുടെ പരിശ്രമ ഫലമായിട്ട് MLAയും ഒക്കെ ഇടപെട്ടുകൊണ്ട് നമ്മൾ ഈ BPCL നിന്ന് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ശ്രീ വിനോദ് MLA അദ്ദേഹത്തിന്റെ 65 ലക്ഷം രൂപ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെ 1,65 ലക്ഷം രൂപയ്ക്ക് നിലവിലുള്ള കെട്ടിടത്തിലെ താൽക്കാലികമായ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞുകൊണ്ട് ഒരു സമ്പുണ്ടാക്കിയ സമ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് റെയിൽവേ ട്രാക്കിന് അപ്പുറത്തുള്ള തോട്ടിൽ കൊണ്ട് കളയാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അത് വളരെയധികം പ്രയാസപ്പെട്ടു. അതിൻ്റെ ഒരു അനുവാദം കിട്ടാനും ഒക്കെ നമ്മൾ വളരെയധികം MLA വളരെയധികം ബുദ്ധിമുട്ടി. ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഇതിനുവേണ്ടി സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ തന്നെ ജില്ലാ കളക്ടറെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറിയും തിരിഞ്ഞും വിളിച്ച് ഏതായാലും അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം മേയറോട് സംസാരിച്ച് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കാരക്കാമുറിയിൽ ഒരു ബസ് സ്റ്റാൻഡ് പണിയാൻ തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് കേരള സർക്കാരിന്റെ പണം ഉപയോഗിച്ച് 10 മുതൽ 15 കോടി രൂപ തരാമെന്ന് ധനകാര്യമന്ത്രി എന്നോട് വ്യക്തിപരമായി സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും. ഒരു പുതിയ ബസ് സ്റ്റേഷൻ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വെച്ച് തരാമെന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിൽ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം KSRTC ജീവനക്കാർക്ക് വിശ്രമിക്കാനോ അവരുടെ ഓഫീസുകൾ നടത്താനോ സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കാനുള്ള സൗകര്യം പോലില്ല. വെറും ഒരു കൂര ചെയ്തു തരും, അതിൽ പ്രൈവറ്റ് ബസ് വരുമെന്നൊക്കെ. പ്രൈവറ്റ് ബസ് ഒന്നും വരെ അതിനകത്ത് വരത്തില്ല. മെയിൻ റോഡ് വിട്ട് 1 സെക്കൻഡ് മാറി ഓടാൻ അവർ തയ്യാറല്ല. അവർ മത്സര ഓട്ടം നടക്കുകയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് വരും എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. പ്രൈവറ്റ് ബസ് വരില്ല അവിടെ. അത് ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം കോമൺ സെൻസ് ഉള്ള ഏതൊരാളിനും മനസ്സിലാവും. ആര് പ്ലാൻ ചെയ്താലും ആര് ബലം പ്രയോഗിച്ചാലും അവിടെ ഒരു ബസ് സ്റ്റേഷൻ പണിഞ്ഞു വെച്ചാൽ അവിടെ വന്ന് പ്രൈവറ്റ് ബസ്സുകാരാണ്. ഇപ്പൊ കലൂർ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് വരും. അവിടെ നിന്ന് അവർ ഇവിടെ വന്ന് ആളെ എടുക്കും എന്ന് കാരക്കാമുറി വന്ന് ആളെ എടുക്കും എന്ന് ചിന്തിക്കുന്നത് നമ്മൾ മണ്ടത്തരമാണ്. തിരുവനന്തപുരത്ത് പറയും ഇതുപോലെ. തിരുവനന്തപുരത്ത് ടൗണിൽ കിടക്കുന്ന ബസ് സ്റ്റേഷൻ എടുത്ത് തമ്പാനൂർ കിടക്കുന്ന ബസ് സ്റ്റേഷൻ എടുത്ത് ഇഞ്ചൊക്കെ കൊണ്ടുപോയിക്കണം എന്ന് പറയും. അപ്പൊ ഇഞ്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് MC റോഡിൽ കൂടെ വരുന്ന ഒരു ബസ് ഇഞ്ചൊക്കെ പോകണമെങ്കിൽ 28 കിലോമീറ്റർ കൂടുതൽ ഓടണം. ഇവിടെ കഴക്കൂട്ടം വഴി അങ്ങ് പോകണം. എന്നിട്ട് അവിടെ നിന്ന് സാധാരണക്കാരെ യാത്രക്കാർ ഇറങ്ങി വേറൊരു ബസ്സിൽ കയറി. ഇതെന്തോന്ന് അമേരിക്ക?
ബസ്സിൽ കയറിയിട്ട് പറയുന്ന കേട്ടത് കറക്റ്റ് സമയത്ത് വരും. ആ ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് അപ്പൊ ട്രെയിനിൽ ഇറങ്ങുന്നില്ലേ നല്ലത്? ഈ ബസ് KSRTC സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകും. അതിലും സ്ഥലമെടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ബസ് സ്റ്റേഷൻ വരികയും ഇപ്പൊ ഹൈവേ കൂടെ വരുന്ന വണ്ടികൾ അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഓക്കെ. MC റോഡിൽ വരുന്ന വണ്ടികൾ ഈ ഇഞ്ചക്കൽ എത്തണമെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്റർ കൂടുതൽ ഓടി വേറെ ആൾക്കാർക്ക് ഒരു പണിയില്ല ഇതിനകത്ത് ഇരുന്ന് അങ്ങ് ഇഞ്ചക്ക വരെ പോകാൻ വേണ്ടി. സിറ്റി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ ഭാഗമാണ്. അവിടെ പ്രൈവറ്റ് ബസ് വരില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം. അവിടെ KSRTCക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പല ബസ് സ്റ്റേഷനിൽ, ഇപ്പൊ കായംകുളം ബസ് സ്റ്റേഷന്റെ ഭരണാനുമതി ലഭിച്ചു. കൊട്ടാരക്കര, ചങ്ങനാശ്ശേരിയിൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ആധുനിക സൗകര്യങ്ങളുള്ള വളരെ മനോഹരമായ, പ്രത്യേക ഒരു സാധാരണ ഈ കാണുന്ന കണക്ക് പെട്ടി പോലുള്ള ഒരു സാധനമല്ല, അത് മാറ്റിക്കൊണ്ട് വലിയ കനോപ്പിയൊക്കെ ചെയ്തുള്ള മനോഹരമായിട്ടുള്ള ബസ് സ്റ്റേഷനാണ്. ഒരു കപ്പൽ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും കായംകുളത്തെ ബസ് സ്റ്റാൻഡിന്റെ ഡിസൈൻ കണ്ടാൽ. ഒരു ഷിപ്പ് ഇങ്ങനെ വന്നിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഒരു തീരദേശ നഗരമായതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യാനുള്ള കാരണം. കൊല്ലത്ത് മനോഹരമായ ബസ് സ്റ്റേഷൻ വരുന്നു, അതിന്റെയും ഭരണാനുമതിയായി. ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പണി തുടങ്ങാൻ പോകുന്നു. കെട്ടിടമെല്ലാം പൊളിച്ചു മാറ്റി കഴിഞ്ഞു. കായംകുളത്തും കെട്ടിടം പൊളിച്ചു മാറ്റി. അവിടെ ഇതുപോലെ മോളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നൊക്കെ പരാതിയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഒരു 40 ദിവസം കൊണ്ട് ടെൻഡർ ചെയ്ത് അത് റിമൂവ് ചെയ്ത് മാറ്റി. ഇപ്പോൾ കൊല്ലം പൊളിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ പൊളിക്കുകയാണ്. തൃശ്ശൂർ ബസ് സ്റ്റേഷൻ മാറ്റി പണിയാണ്. MLA അദ്ദേഹത്തിന്റെ നവകേരള ഫണ്ടിൽ നിന്നും 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു 2 കോടി രൂപ കൂടി സർക്കാരിൽ നിന്ന് കൊടുത്തുകൊണ്ട് 9 കോടി രൂപയ്ക്ക് തൃശ്ശൂർ ബസ് സ്റ്റേഷൻ പൊളിച്ചു പണിയാൻ പോകണം. പൊളിക്കാനുള്ള ടെൻഡർ എല്ലാം വിളിച്ചു കഴിഞ്ഞു. അതിപ്പോൾ നമുക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സമയത്ത് KSRTC ബസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് പൊളിക്കാൻ നോക്കാം. മുഴുവൻ കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ കെട്ടിടം വയ്ക്കുകയാണ്. അപ്പൊ ഇവിടെയും ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രിയും തമ്മിൽ ഞങ്ങളിങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് എല്ലാ ബസ് സ്റ്റേഷനും നന്നാക്കുന്ന കൂട്ടത്തിൽ എന്നും ചീത്തപ്പേരായിട്ട് കിടക്കുന്ന എറണാകുളത്തെ ബസ് സ്റ്റേഷൻ നമുക്കൊന്ന് നന്നാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പൈസ തന്ന. അപ്പൊ പൈസ അദ്ദേഹം പറഞ്ഞു 10 മുതൽ 15 കോടി വരെ തരാം, ഒരു പ്രത്യേക ഉത്തരവിലൂടെ തരാം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മേയറെയും വിളിച്ചു, MLAയും വിളിച്ചു. രണ്ടുപേരോടും ഞാൻ പറഞ്ഞു ധനകാര്യമന്ത്രി ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ബന്ധപ്പെടുക, പെട്ടെന്ന് തന്നെ രൂപകൽപ്പന ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ MD ആയിട്ടുള്ള ശ്രീ ബെഹ്റ IPS അദ്ദേഹം എന്നെ ഒരു ദിവസം ഫോൺ ചെയ്തു. ഞങ്ങൾ തമ്മിലൊരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു 5 കോടി രൂപ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. 5 കോടി രൂപ മെട്രോയ്ക്ക് വേണ്ടി കിട്ടിയ ഒരു പണമുണ്ട്, അത് നമുക്ക് നൽകാം എന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ ഇതും കൂടി ഒന്നിച്ചു വയ്ക്കുകയാണെങ്കിൽ 20 കോടി രൂപയുടെ ഒരു വലിയ ബസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള AS വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. പൈലടിച്ചതിന് ശേഷം അതിന്റെ പുറത്തൊരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ, അപ്പോൾ പെട്ടെന്ന് പണി തീരും. അങ്ങനെയാണ് ആദ്യം 5 കോടി തരാം എന്ന് മെട്രോ റെയിൽ കോർപ്പറേഷൻ പറഞ്ഞപ്പോൾ അവരോട് തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒരു ഡിസൈൻ ഉണ്ടാക്കി അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് തരാം എന്നുള്ള നിലയിലാണ് നീങ്ങിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ധനകാര്യമന്ത്രി കുറച്ച് പണം തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൂടി ലഭിച്ച് ഒന്നും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ അവിടെ നിർമ്മിക്കാൻ കഴിയും. പഴയ ഇപ്പോഴത്തെ ബസ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലം ഒരു സ്വകാര്യ സംരംഭകർക്ക് കൊടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ പത്രത്തിൽ പരസ്യം ചെയ്തിരുന്നു. സ്വകാര്യ സംരംഭകരും KSRTC ചേർന്നുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലോ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. KSRTCയുടെ വാല്യുബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്തിരുന്നു. അതിൽ റെസ്പോൺസ് വലുതായിട്ട് ഉണ്ടായില്ല. ചില ആളുകൾ മാത്രം വന്നു. അതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. വലിയ ഒരു പണി തുടങ്ങിയാൽ തീർക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ വരണം എന്നുള്ളതാണ്. അത്തരം കമ്പനികൾ വന്നാൽ തീർച്ചയായിട്ടും അത്തരം കൊടുക്കും. കൊല്ലത്ത് ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നു. മൂന്നാറിൽ 3.5 ഏക്കർ സ്ഥലമുണ്ട്. അതും ഇതുപോലെ നമ്മളൊരു 5 നക്ഷത്ര ഹോട്ടൽ, മൂന്നാറിൽ ഒരു വലിയ 5 നക്ഷത്ര ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്തിരുന്നു. കൊല്ലത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കുക. അതുപോലെ KSRTCയുടെ സ്ഥലം ഉണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം കിടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഇതുപോലെ പുതിയ ബസ് സ്റ്റേഷൻ മലപ്പുറം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ 2ാം ഘട്ടത്തിന് 5 കോടി രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അതും കൂടെ പണി ഉടൻ തീരും. അത് വളരെ വേഗത്തിലാണ്. KSRTCയുടെ ബസ് സ്റ്റേഷനുകളെല്ലാം നവീകരിക്കുകയാണ്. കൊട്ടാരക്കര, ചെങ്ങന്നൂര്, കായംകുളം, തൃശ്ശൂര്, അങ്ങനെ വരുന്ന ഒരു വലിയ മാറ്റം. KSRTCയുടെ ഒരു വലിയ മാറ്റത്തിന്റെ കാലമാണ്. ഞാൻ വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് വരാം. KSRTC 22-ാം തീയതി 21-ാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷൻ ഉദ്ഘാടനം ചെയ്യുക. അതായത് KSRTC ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സ്ലീപ്പർ ബസ്സൊക്കെ നോൺ AC ആണ്. എല്ലാ വണ്ടി AC ആവാൻ പോകുന്നു. AC വണ്ടികളുടെ ഒരു വലിയ നിര തന്നെ. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂർ ഓൾവോ അടക്കമുള്ള പുതിയ വണ്ടികൾ 21-ാം തീയതി അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കായി മുഖ്യമന്ത്രി സമർപ്പിക്കും. 340 വണ്ടി വാങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത്. 108 കോടി രൂപ ബഡ്ജറ്റിൽ വായിച്ചെങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ധനകാര്യ വകുപ്പ് അതിന്റെ ഭരണാനുമതി നൽകി കഴിഞ്ഞു. നമ്മൾ വണ്ടി എടുക്കുക, അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമേ. വണ്ടി എടുത്തിട്ട് ബില്ല് കൊടുത്താൽ ഉടനെ പൈസ കൊടുക്കും സർക്കാർ.
അങ്ങനെ 108 കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം, കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 18 കോടിയും ചേർത്തുകൊണ്ട് ഏതാണ്ട് 128 കോടി രൂപയ്ക്കുള്ള പുതിയ ബസ്സുകൾ, അതായത് ഏറ്റവും ആധുനികമായ എയർ കണ്ടീഷൻ ബസ്സുകൾ, വോൾവോ, ടാറ്റ, ലൈലൻഡ് ഇങ്ങനെയുള്ള വണ്ടികൾ, സൂപ്പർ ഫാസ്റ്റുകൾ, ഫാസ്റ്റ്, അങ്ങനെ തുടങ്ങി പുതിയ 2 കാറ്റഗറി കൂടി വരികയാണ്. അതായത് ഓർഡിനറി ബസ്സുകൾ പഴയ വണ്ടി ഓടുന്നതിന് പകരം പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സർവീസ് ഓടിക്കുന്നതിന് വേണ്ടി ലിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ടൊരു 10 മീറ്റർ നീളമുള്ള ചെറിയ ബസ്, 4 സിലിണ്ടറുള്ള മൈലേജ് കൂടുതൽ കിട്ടുന്ന ബസ് വന്നു കഴിഞ്ഞ് ബസ്സുകൾ വന്നു തുടങ്ങി. അതുപോലെ ചെറിയ 8 മീറ്റർ വീതിയുള്ള ചെറിയ മിനി ബസ്സുകൾ നഗരങ്ങളിലും അതുപോലെ ഈ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓടിക്കാൻ വേണ്ടി കൂടുതൽ മൈലേജ് കിട്ടുന്ന 8 മീറ്റർ നീളമുള്ള മിനി ബസ്. ഇത് വീണ്ടും തിരിച്ചു വരെയാണ്. ഈ 5-6 കാറ്റഗറിയുള്ള വണ്ടികളാണ് ഒരുമിച്ച്. അതായത് ഞാൻ പറഞ്ഞു KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷൻ. അതായത് ഹയർ ക്ലാസ്സിൽ ഓടുന്ന വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വണ്ടി വരെ ഒറ്റയടിക്ക് മാറ്റാൻ പോവുകയാണ്. വണ്ടികളെല്ലാം പണി തീർന്നു വരുന്നു. വളരെ വേഗത്തിൽ വണ്ടികൾ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 100ഓളം വണ്ടികൾ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് 22-ാം തീയതി മുതൽ 25-ാം തീയതി, 22, 23, 24 തീയതികളിൽ ഒരു മെഗാ ഓട്ടോ ഷോ KSRTC സംഘടിപ്പിക്കുകയാണ്. ആ ദിവസം കേരളത്തിലെ കുട്ടികളുമായി വന്ന ബസ്സുകൾ, പുതിയ ബസ്സുകൾ വരുന്ന ബസ്സിനകം എല്ലാം കാണാം, എല്ലാ വണ്ടികളും കാണാം. അതുപോലെ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ എല്ലാ വാഹനങ്ങളുടെ പ്രദർശനം അവിടെ ഉണ്ടാവും. കലാപരിപാടികളും അങ്ങനെ ഒരു വലിയ ഉത്സവം, KSRTC ജീവനക്കാരുടെ അടക്കമുള്ള കലാപരിപാടികളടക്കം വലിയൊരു പരിപാടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് KSRTC സംഘടിപ്പിക്കുന്നത്. KSRTCയുടെ മുഖച്ഛായ മാറുകയാണ്. ഓരോ മാസവും കണക്കെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ KSRTC കഴിഞ്ഞ വർഷം 2024 ജൂലൈയിൽ ഉണ്ടാക്കിയ നഷ്ടത്തെക്കാൾ 10 കോടി രൂപ നഷ്ടം കുറവാണ് ഈ മാസം, ഈ ജൂലൈ കടക്കുമ്പോൾ എന്നത് അഭിമാനകരമായ KSRTCയുടെ നേട്ടമാണ്. ഓരോ മാസവും 10 കോടി മുതൽ അതിലധികം പണം പല മാസങ്ങളിലും നമുക്ക് നഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KSRTCയുടെ കടുത്ത നഷ്ടത്തിൽ നിന്നും KSRTC കരകയറുകയാണ്. ഇപ്പോൾ 7.5 കോടി 7.25 കോടിയാണ് നമുക്ക് കിട്ടുന്ന കളക്ഷൻ ഒരു ശരാശരി. ഒരു 8.5 കോടി രൂപ KSRTC ഒരു ദിവസം കളക്ഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പുതിയ വണ്ടികളും അതിന്റെ സൗകര്യങ്ങളും ആധുനികമായ സൗകര്യങ്ങൾ, അതായത് സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് KSRTCയിൽ കയറിപ്പോകുന്നത് അഭിമാനകരമാണെന്ന് തോന്നുന്നതിലുള്ള അത്ര മനോഹരമായ വണ്ടികളാണ്. നിങ്ങൾ വരുന്ന വണ്ടിയുടെ സീറ്റൊക്കെ ഒന്ന് കണ്ടുപോകണം. ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ സീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും വില കൂടിയ സീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും സൗകര്യം, ഏറ്റവും നല്ല മോഡേണായിട്ട് ഏതാണ് തരാൻ പറ്റുന്ന കമ്പനിക്കാരോട് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ് സർവ്വസ്ഥലത്ത്. ലോക്കൽ ബസ്സിൽ പോലും ഹെഡ് റെസ്റ്റോട് കൂടിയുള്ള വണ്ടികളാണ് വരാൻ പോകുന്നത്. അപ്പൊ KSRTC സ്വകാര്യ വാഹനങ്ങൾ കോവിഡിന്റെ കാലത്ത് ബൈക്കിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയ ആളെ തിരിച്ചു വിളിച്ച് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് പൊതുഗതാഗതത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ KSRTCയുടെ വരുമാനം ഒരു ദിവസം 8.5 കോടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും KSRTC റണ്ണിങ് പ്രോഫിറ്റിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ലാഭത്തിലോടും KSRTC. ചുമ്മാ പറയുന്നതല്ല, 8.5 കോടിയിൽ എത്താം. 7.25, 8 കോടി. ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിലും 8 കോടിക്ക് മേളിലേക്ക് കളക്ഷൻ കയറുമ്പോൾ KSRTC നഷ്ടം വെറും 16 ലക്ഷം രൂപയിൽ വരണം ഒരു ദിവസം. ഒരു ദിവസം 2 കോടി 2.25 കോടി നഷ്ടമുണ്ടാക്കിയ KSRTC പല ദിവസങ്ങളിലും ഒരു 8 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറിയാൽ 16 ലക്ഷം 20 ലക്ഷം രൂപ നഷ്ടത്തിൽ അങ്ങ് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പൊ നഷ്ടം കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നഷ്ടം 8.5 കോടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെലവും പോയി. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് എടുത്ത മുഴുവൻ കടങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസോർഷ്യത്തിലാണ് കിടക്കുന്നത്. അവർക്ക് ഒരു മാസം, ഒരു ദിവസം 1 കോടി 19 ലക്ഷം രൂപ KSRTC കടം തിരിച്ചടയ്ക്കണം എല്ലാ ദിവസവും, വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും. ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് 25 ലക്ഷം രൂപ നഷ്ടം എന്ന് പറയുന്നത് ഒരു ദിവസം. 8.5 കോടി കിട്ടിയാൽ എല്ലാ ദിവസവും ഈ പണം തിരിച്ചടച്ചുകൊണ്ട് KSRTCയുടെ എല്ലാ ചെലവും പോയിട്ട് KSRTC അന്നത്തെ ദിവസം വർക്കിംഗ് പ്രോഫിറ്റിലേക്ക് കയറും. അതിപ്പോ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ കടങ്ങളും അതിന് ഡിപ്രീസിയേഷൻ എല്ലാം ചേർത്തുകൊണ്ട് ഇത് ലാഭത്തിലാകുമെന്നല്ല ഗണേഷ് കുമാർ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ ദിവസവും KSRTC നഷ്ടമില്ലാതെ ഓടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ കാണാം. അത്രത്തോളം KSRTC പുരോഗമിച്ചു വരുന്നുണ്ട്. ഈ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി ഈ കളക്ഷനിൽ വർധനവുണ്ടാവും. KSRTCയുടെ പുതിയ ഡിജിറ്റലൈസേഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അത് കേരളത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസ് ചെയ്ത, ഇതിന് കട വാടകയ്ക്ക് കൊടുക്കുന്നവരെ ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സ്ഥാപനമായി KSRTC മാറും. അതായത് വണ്ടികൾ, സാധനങ്ങൾ വാങ്ങുന്നത്, സാധനങ്ങൾ വണ്ടിയിൽ പിടിപ്പിക്കുന്നവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ, അതായത് പർച്ചേസ്, പേയ്മെന്റ്, ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം. അതായത് ഞാൻ മാറി നാളം പോയാലും വേറൊരു മന്ത്രി വന്നാലോ വേറൊരു CMD വന്നാലോ ഇതിൽ തൊടാൻ പറ്റരുത്. കാരണം ഇതിനെ ഒരു സിസ്റ്റത്തിൽ, അതായത് ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിൽ ഇതിനെ തളയ്ക്കും. ഈ 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ. ഒരു മുട്ടുസൂചി വാങ്ങിയാൽ ഇതിൽ കാണാൻ പറ്റും. ഈ സാധനം, ഈ പാണി ഇടുന്ന ഒരു ആണി വണ്ടിയിൽ ഇട്ട് കഴിയുമ്പോൾ അതറിയാൻ പറ്റും. എത്ര സ്റ്റോക്ക് ഉണ്ട്, ആരാണോ ആദ്യം സാധനം സപ്ലൈ ചെയ്തത് അവർക്ക് ആദ്യം പൈസ കൊടുക്കും. ഒരു ഉദ്യോഗസ്ഥനും
അധികാരം ഉണ്ടാവില്ല. കാരണം ഇന്ന കമ്പനിക്കാരന് പൈസ നേരത്തെ കൊടുക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടർ പറയും ആദ്യം സപ്ലൈ, ഇന്ന് രാവിലെ 11 മണിക്ക് തന്ന ആളിന് ആദ്യം, 12:30 തന്ന ആളിന് രണ്ടാമത്, ഇത്ര രൂപ വെച്ച് കൊടുക്കാം എന്ന് കമ്പ്യൂട്ടർ പറയും. ആ പറയുന്ന പ്രിന്റ് ഔട്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ. അഴിമതി എന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത വിധത്തിലേക്ക് KSRTC മാറ്റി. അടുത്ത ഘട്ടം എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഘട്ടം, അതും അന്ന് തന്നെ വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണ്. KSRTC ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയാണ്. അതായത് AI സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഒരു സോഫ്റ്റ്വെയറിലേക്ക്. അതായത് 24 hours AI പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടില്ല, ഒരു വണ്ടി പോകുന്നു, അതിന് പോലെ അടുത്ത വണ്ടി പോകുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാം പറയണേ എന്താണ് ഇത്, ഘോഷയാത്ര പോലെ പോകുന്ന ആരുമില്ലല്ലോ. ഇത് ബഞ്ചിങ് ആണ്. കാരണം പല സ്ഥലത്തുനിന്ന് ഒരുമിച്ച് വന്ന് ചേരുന്ന വണ്ടികൾ ഒന്നിച്ചായി പോകുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യ റിവ്യൂ എല്ലാം കഴിഞ്ഞു, അതിന്റെ പരിശോധന കഴിഞ്ഞു, ടെക്നിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ. ഇപ്പൊ എന്നോട് മേയർ പറയാം, അല്ലെങ്കിൽ MLA പറയാണ്, എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്താൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് ചോദിക്കും, എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഈ വണ്ടി ഇടാൻ പറ്റിയ സമയമുണ്ടോ? ഇത് പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ഇത്ര മണിക്കൂർ വണ്ടി ഇട്ടാൽ നമുക്ക് ബഞ്ചിങ് ഇല്ലാതെ ഘോഷയാത്രയായിട്ട് കോൺവോയ് ആയിട്ട് പോവാതെ കളക്ഷനോട് കൂടി കോഴിക്കോട് എത്താൻ കഴിയും. അല്ലെങ്കിൽ അത് പറയും നോ ചാൻസ് എന്ന് പറഞ്ഞ വണ്ടി ഇടൂല. അതായത് ഒരു മന്ത്രിയുടെയോ ഒരു ജനപ്രതിനിധിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെ സ്വാധീനമനുസരിച്ച് ഇനി KSRTC വണ്ടി ഓടിക്കാൻ പറ്റൂല. ടിക്കറ്റ് മെഷീൻ എന്ന് കഴിഞ്ഞ 5 വർഷമായി കിട്ടിയ ഡേറ്റ, ഇപ്പോഴത്തെ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന GPS ഡേറ്റ, ജീവനക്കാരന്റെ ഡ്യൂട്ടി പാറ്റേൺ, ഇത് മൂന്നും വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പേ ആഗ്രഹിച്ചാണ്. എന്നെങ്കിലും മന്ത്രിയായാലും ഇത് ചെയ്യണം എന്ന് പഴയ മന്ത്രി എന്ന നിലയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം സാധിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിനെ AI സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, MC റോഡിൽ വരുന്ന വണ്ടിയും എറണാകുളത്ത് പോകുന്ന വണ്ടിയും അങ്കമാലി വരുമ്പോൾ ഒന്നിക്കും. അപ്പൊ അവിടെ ഈ ബഞ്ചിങ് ഉണ്ടാവും, എല്ലാം വരിയാവും, സമയം തെറ്റി വരും. പക്ഷെ ഇങ്ങനെ പോകുന്നുവെന്ന് ഈ സോഫ്റ്റ്വെയർ തന്നെ കണ്ടെത്തിയതിന് ശേഷം ആ സോഫ്റ്റ്വെയർ നമ്മളെ അഡ്വൈസ് ചെയ്യും, മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വണ്ടി 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന വണ്ടി 10 മിനിറ്റ് നേരത്തെ പോകണം. ഇത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് KSRTC കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏർപ്പെടുത്താൻ പോകണം. അതോടുകൂടി KSRTC നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇന്നുള്ളതിന്റെ പകുതിയായിട്ട് കുറയും. അതായത് ഡെഡ് മൈലേജ് ഉണ്ടാവില്ല. ഉച്ച സമയത്ത് ആളില്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് കമ്പ്യൂട്ടർ പറയും. അപ്പൊ വണ്ടി ഓടിക്കാൻ പാടില്ല. അതിന്റെ ഉത്തരവനുസരിച്ച്, ഈ സോഫ്റ്റ്വെയർ തരുന്ന ഉത്തരവനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥൻ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയി, ഇവിടെ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒരു വണ്ടി പോയി, ഉച്ച സമയത്ത് തിരിച്ചു വരാൻ ആരുമില്ല, അവിടെ ഇടും വണ്ടി. 3:30 മണിക്ക് അവിടെ നിന്ന് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടിയിൽ ആൾ കാണും. അപ്പൊ വെറുതെ കിടന്ന് ഓടിയിട്ട് ടയറും ഡീസലും പോകുന്ന പരിപാടി, ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടി വെറുതെ ഇട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി ഇനി KSRTC അവസാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്രയും വണ്ടി. ഇപ്പൊ ഓണം വരുമ്പോൾ ഈ സോഫ്റ്റ്വെയർ അതും പ്രെഡിക്റ്റ് ചെയ്യും. ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അതും കഴിഞ്ഞ കാലത്തെ കളക്ഷൻ വെച്ചിട്ട് പറഞ്ഞു തരും. ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇന്ന ദിവസം ഈ ദിവസങ്ങളിൽ വേണം. മഴ വന്ന് ക്ലൈമറ്റ് മോശമായി മഴ വന്ന് ആള് കുറഞ്ഞാൽ ഇത് തന്നെ പറയും, ഇന്നത്ര വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞു തരും. അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വരാൻ പോകുന്നത്. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറയും, ഈ സ്റ്റോപ്പിൽ ഇയാൾ നിർത്താണ്ട, വിട്ടോ, പുറകിൽ തൊട്ട് വണ്ടിയുണ്ട്, അത് ആളെ കയറ്റിക്കോളും, അപ്പൊ ഈ ഗ്യാപ്പ്. അതാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടം ഇപ്പോൾ എടുക്കുന്നില്ല, 1-ാം ഘട്ടം എടുക്കും. അത് KSRTCയുടെ നഷ്ടം വൻതോതിൽ കുറയ്ക്കുകയും KSRTCയെ കരപിടിച്ച് കയറ്റുകയും ചെയ്യും. KSRTCയുടെ വാടക പലരും അടയ്ക്കാറില്ല. വാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വാടക കൃത്യമായി തരാത്തവരുടെ പേര് ഇവിടെ കിട്ടും. അതായത് തിരുവനന്തപുരത്ത് കിട്ടും. ആ വാടക അടച്ചു കഴിഞ്ഞാൽ കൃത്യമായ രസീത് അതിൽ നിന്ന് കൊടുക്കും. എല്ലാ സോഫ്റ്റ്വെയറാണ്, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റേഷനുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു. ഇന്ന് പുതുക്കാട് ഒന്ന് ഉദ്ഘാടനമാണ്. MLA ഫണ്ട് തന്നു, 10 ലക്ഷം രൂപ വരെ MLA ഫണ്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എല്ലാ എൻ്റെ പത്തനാപുരം അടക്കം കൊല്ലം അടക്കം ബസ് സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഓഫീസുകളാണ് KSRTCയുടെ ഹെഡ് ഓഫീസ്. 24 സെക്ഷനുണ്ട്. 24 സെക്ഷനും ഈ ഓഫീസാക്കി മാറ്റി, പേപ്പർലെസ് ഓഫീസാക്കി KSRTC മാറ്റിയാണ്. ജോലി ഭാരം കുറയ്ക്കുകയും അതുപോലെ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം. KSRTC ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറേയും കണ്ടക്ടറേയും മെക്കാനിക്കിനാണ് ആവശ്യമുള്ളത്, മറ്റുള്ളവരൊന്നും ആവശ്യമില്ല. വലിയൊരു മാറ്റം. ഞാൻ ഈ പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ജനങ്ങളും മനസ്സിലാക്കണം എന്ത് മാറ്റമാണ് നമ്മൾ, ആ ഒരു സുതാര്യത, എന്ത് മാറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഈ KSRTC സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ മനുഷ്യനും അതിൽ ബോധ്യമുണ്ടാകണം. ചെറുപ്പക്കാർക്ക് അതിൽ ബോധ്യമുണ്ടാകും, യുവതലമുറയ്ക്ക് അതിൽ ബോധ്യമുണ്ടാകണം. ഏറ്റവും പ്രൊഫഷണൽ മാനേജ്മെന്റിലൂടെയാണ് KSRTC മുന്നോട്ട് നയിക്കുന്നത്. വലിയ പാടാണ്, കഴിയാൻ തുടക്കാനും ചെയ്യാനൊക്കെ വലിയ പാടാണ്. ഇപ്പോഴും ശരിയായെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ഹരിത കേരള മിഷനുമായി നടത്തിയ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ 92 KSRTC ബസ് സ്റ്റേഷനുകളെയും
മാലിന്യമുക്തമാക്കി സമ്മാനം വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും KSRTC ചരിത്രത്തിലെ അഭിമാനകരമായൊരു നേട്ടമാണ്. ടോയ്ലറ്റുകൾ എറണാകുളത്ത് ടോയ്ലറ്റ് അടക്കം പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് കൈമാറി, സുലഭിന് കൈമാറി. KSRTC പണമല്ല പ്രശ്നം. KSRTC പണം കുറയുമായിരിക്കും, പക്ഷേ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, വൃത്തിയുള്ള ഭക്ഷണശാലകൾ, എന്താ ക്യാൻറ്റീനുകൾ വിളിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ക്യാൻറ്റീൻ എല്ലാം വെളിയിലാക്കി. വണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ചില ഹോട്ടലുകളെ അക്രഡിറ്റ് ചെയ്യാണ്. ടോയ്ലറ്റും കിച്ചണും എല്ലാം നല്ല വൃത്തിയുള്ള, ലേഡീസിന് 2 ടോയ്ലറ്റ് പ്രത്യേകം, പുരുഷന്മാർക്ക് വേറെ, എല്ലാം ഉള്ള സൗകര്യത്തുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. അവിടെ മാത്രമേ വണ്ടി നിർത്തൂ KSRTC ബസ്. ഡ്രൈവർക്കും കണ്ടക്ടറും അവർ ഫുഡ് ഫ്രീ കൊടുക്കും, പക്ഷെ അവിടെ നിർത്തി കൊടുക്കാൻ പാടില്ല. വേറെ ഒരു കടയിലും നിർത്താൻ പറ്റില്ല. അങ്ങനെ നിർത്താത്തതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലി ആയിട്ടുള്ള KSRTC യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്പർ കൂടിയിട്ടുണ്ട്. KSRTC യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ ഫ്ലീറ്റുകൾ കൂടി വരുന്നതോടി അത് വളരെയധികം വർദ്ധിക്കും. ഇപ്പൊ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞാണ്, അവർ ബസ്സിൽ കയറി പോകുന്ന, അവർ പറഞ്ഞു, സാറേ വലിയൊരു സന്തോഷമുണ്ട്, ചില്ലറയ്ക്ക് വേണ്ടി കണ്ടക്ടറായിട്ട് വഴക്കടിക്കണ്ട. ചില്ലറ ഇല്ലാന്ന് വാഗം മുഴുവൻ കുലിക്ക് നോക്കും. കുലിക്ക് വേണ്ടി ചില്ലറ ഇല്ലാന്ന് പറയുമ്പോൾ കണ്ടക്ടറുടെ മോഹഭാവം അങ്ങ് മാറും. അപ്പൊ അത് മാറിയിരിക്കുന്നു. 90,000 കാർഡുകൾ അഡ്വാൻസ് ആയിട്ട് പ്രീപെയ്ഡ് കാർഡുകൾ KSRTC ഇറക്കി. 90,000 വിറ്റ് കഴിഞ്ഞു. ഒരു കാർഡിന് 100 രൂപയാണ്. 90,000 കാർഡ് വിറ്റു. അതിൽ 3,000 രൂപ 2,000 രൂപ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത വകയിൽ മാത്രം 35,000 കാർഡുകൾ വിറ്റപ്പോൾ KSRTC 2.5 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടി. 5 ലക്ഷം കാർഡുകൾ ഇറങ്ങിയാണ്. ഇപ്പൊ കാർഡ് വന്നു തുടങ്ങി, വീണ്ടും അടിച്ച കാർഡ് വന്നു തുടങ്ങി. സ്റ്റുഡൻസിന്റെ കൺസെഷൻ കാർഡിലേക്ക് മാറുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്മാർട്ട് കാർഡിലേക്ക് കുഞ്ഞുങ്ങളുടെ കൺസെഷൻ ഈ മാസം 21-ാം തീയതി മുഖ്യമന്ത്രി കുഞ്ഞുങ്ങൾക്ക് അത് കൈമാറും. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം അത് കൈമാറും. ഒരു ഓഫീസിന്, ഒരു ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെ ഡിജിറ്റൽ ആക്കാൻ കഴിയുമോ മാക്സിമം ആ ഡിജിറ്റലൈസേഷൻ ആണ് KSRTC. ഡ്രൈവിംഗ് സ്കൂളുകൾ, KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ വലിയ വിജയമായിട്ടുണ്ട്. തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ 4 മാസത്തേക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആണ് കുട്ടികൾ ചേരാൻ വേണ്ടിയിട്ട്. 4 മാസത്തേക്ക് വെയിറ്റിംഗ് ആണ്. എല്ലാ MLA-മാരും മുൻകൈ എടുക്കുകയും മണ്ഡലങ്ങളിൽ പരമാവധി 22-21 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി. ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ കണക്ക് സോഫ്റ്റ്വെയറിലാണ്. പെട്രോൾ അടിക്കാൻ പൈസ എടുത്താൽ കാണാം. ഇപ്പോൾ ഈ നിമിഷം എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട്, എത്ര രൂപ മിച്ചമുണ്ട്, എത്ര രൂപ ലാഭമുണ്ടെന്ന് കാണാൻ കഴിയുന്ന സോഫ്റ്റ്വെയറിലാണ് അതും ഓടുന്നത്. അല്ല പുസ്തകത്തിൽ എഴുതുന്ന കണക്കൊക്കെ നിർത്തി. പുസ്തകത്തിൽ എഴുതുന്ന പരിപാടി കണക്കൊന്നും പുസ്തകത്തിൽ എഴുതുന്നില്ല. ആ സോഫ്റ്റ്വെയറിൽ കാണാം ഇത്ര രൂപ ഇപ്പോൾ നമുക്ക് ലാഭമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡ്രൈവിംഗ് ടെസ്റ്റ് പോയി 2 പ്രാവശ്യം തോപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അഭിമാനിക്കണം നമ്മൾ. കാരണം എന്താ പറയുക, കേരളത്തിൽ മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത്രയും കൃത്യമായി നടത്തുന്നത്, സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്നത്. കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 48 മുതൽ 50% മേളിലേക്ക് പോകാറില്ല ഒരു സ്റ്റേഷൻ, ഒരു RT ഓഫീസിലും. കാരണം അത്ര കർശനമാണ്. കൊടുക്കുന്ന ലൈസൻസ് അത് ലൈസൻസ് ആയിരിക്കണം. അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ല, വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണ്. ലൈസൻസ് ടു കിൽ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കൊടുക്കുന്ന ലൈസൻസ് ടു കിൽ അല്ല, ലൈസൻസ് ടു ഡ്രൈവ് ആണ് കൊടുക്കുന്നത്. അടുത്ത കാര്യം കൂടി പറയാം. നിങ്ങൾ എല്ലാവരും ചോദിക്കും, മാധ്യമങ്ങളും ചോദിക്കുന്ന കാര്യം, കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുള്ള മത്സര ഓട്ടമാണ്. ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തിരിക്കും. കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ ഞാൻ വന്നപ്പോൾ മേയർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, KSRTC പ്രൈവറ്റ് ബസ്സിന്റെ ടൈം നഗരങ്ങളിൽ 5 മിനിറ്റിന്റെ വ്യത്യാസത്തിലും ഗ്രാമങ്ങളിൽ 10 മിനിറ്റ് വ്യത്യാസത്തിലേക്ക് മാറ്റും എന്ന് പറഞ്ഞു. ഇന്നലെ ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം തീരുമാനമെടുത്ത് ഇന്നോ നാളെയോ അതിന്റെ ഉത്തരവ്, അവധി ദിവസമാണ്, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് അതിന്റെ ഉത്തരവ് പുറത്തു വരും. ഇനി കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് 5 മിനിറ്റ് ഗ്യാപ്പിട്ടേ കൊടുക്കുള്ളൂ. അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഇതേപോലെ ബഞ്ചിങ് ഉണ്ടാവും. കാരണം പല മെർജ് ചെയ്യുന്ന റോഡുകളിൽ ബഞ്ചിങ് ആണ്. അവിടെ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ പോവുകയാണ്. ബസ് ഉടമകളുടെ സംഘടന അവർ തന്നെ ഫെൻസിങ് ജിയോ ഫെൻസിങ് ഏർപ്പെടുത്തുകയും ചില സ്ഥലങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ട്രയൽ ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട്. അവർ തയ്യാറായില്ലെങ്കിലും ആദ്യഘട്ടം ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. വിടുന്ന പരിപാടിയില്ല. സമയം തെറ്റി ഓടിയാൽ അതിഭയങ്കരമായ ഫൈൻ വരും. സമയം കൃത്യമായി പാലിച്ചു. അഡ്വാൻസ് ചെയ്താലാണ് ഫൈൻ കൂടുതൽ വരുന്നത്. താമസിച്ചാൽ അത്രയും വരത്തില്ല. അഡ്വാൻസ് ചെയ്താൽ, പോകേണ്ട സമയത്തിന് അഡ്വാൻസ് ചെയ്താൽ വലിയ ഫൈൻ, 500 രൂപ കുറയാത്ത ഫൈൻ എന്തായാലും അടിക്കും ഉറപ്പായിട്ട്. അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള സംവിധാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രൈവറ്റ് ബസ്സിന്റെ ഉടമകളുടെ സംഘടനയും ചേർന്ന് ആദ്യം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഒരു അവസരം കൊടുക്കണം. ചെയ്യാൻ താമസിച്ചാൽ സർക്കാർ നേരിട്ട് ചെയ്യും. അതിന്റെ പണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മത്സര ഓട്ടത്തിന്റെ അവസാനം ഉണ്ടാക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. പ്രൈവറ്റ് ബസ്സുകളുടെ സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിലെ ഒരു വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാം. പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ കൺസെഷൻ ചാർജ് കൂട്ടണമെന്നൊക്കെ, അതൊക്കെ നടക്കുന്ന കാര്യമല്ല, അവർക്കും അറിയാം, നമുക്കും അറിയാം. അവർ ചോദിക്കുന്നത് ആന്റി സോഷ്യൽസിനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ സമ്മതിക്കണം. അതായത് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് കേസിൽപ്പെട്ടവർ,
സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചുള്ള കേസിൽപ്പെട്ടത്. അല്ലാതെ രാഷ്ട്രീയ സമരത്തിന് പോയതോ വീട്ടിൻ്റെ അടുത്ത് പുരയിടത്തിന് വേണ്ടി തർക്കം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയതോ ഒന്നുമല്ല. അതൊന്നുമില്ല. രാഷ്ട്രീയ സമരത്തിന് പോയെന്ന് പ്രശ്നമല്ല. ഈ 5 കുറ്റകൃത്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി 4-5 വരെ കൊന്നിട്ടുള്ളവർ ഈ 5-6 കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി. ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം. അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു കാരണവശാലും തയ്യാറല്ല. അത് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു നടക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മത്സര ഓട്ടങ്ങളുടെയും പുറയിലെ രഹസ്യം ഡ്രൈവർമാരെ മയക്കുമരുന്നിന്റെ ഉപയോഗം. ഡ്രൈവർമാരെ അമിതമായ ഒരു ഹുങ്ക്, അച്ചടക്കമില്ലാത്ത ഒരു ഹുങ്കുണ്ട്. ആ ഹുങ്കാണ് ഈ മത്സര ഓട്ടത്തിന്റെ കാരണം. അല്ലാതെ ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ അവനെ ഇടിച്ച് തെറിപ്പിക്കാൻ തോന്നുന്നൊരു മനോഭാവം, അത് ഹുങ്ക് കൊണ്ട് തന്നെയാണ്. അതൊരു ക്രിമിനൽ മൈൻഡാണ്. ഞാനൊരു വലിയ വണ്ടിയുടെ പുറത്തിരിക്കുകയാണ്, ഇവനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനില്ല, എന്നെ പിടിച്ച് ജയിലിൽ ഇടൂല, എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിട്ട് വൈകിട്ട് അങ്ങ് രാത്രിയാവുന്നതിന് വീട്ടിൽ വിടും. ആള് മരിച്ചാൽ എനിക്കൊന്നുമില്ല, മരിക്കുന്നവന്റെ കുടുംബത്തിനെ നഷ്ടമുള്ളൂ. ഒരു മര്യാദയില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്. KSRTCയിലെ ഒരു സ്വിഫ്റ്റ് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, പാലക്കാട് നിന്ന് 2 അമ്മമാര് റോഡ് ക്രോസ് ചെയ്ത് രാവിലെ, ഇവൻ കൊണ്ട് ഇടിച്ചിട്ടങ്ങ് പോയി. അവര് മരിച്ചു, ആ സെക്കൻഡിൽ മരിച്ചു. ഞാൻ ഇയാളെ ജോലി തിരിച്ചെടുക്കണമെന്ന് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത്? അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ ക്യാമറ ഒന്ന് നോക്കിയിരുന്നു. ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും അയാൾ തയ്യാറായില്ല. കാരണം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ മറുപടി, വണ്ടിയിൽ 19 യാത്രക്കാരുണ്ടായിരുന്നു, അവരെ ജീവൻ രക്ഷിക്കണോ 2 പേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ 2 പേര് മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്നാ ഇനി KSRTCയിൽ വണ്ടി ഓടിയണ്ട എന്ന് പറഞ്ഞു. അവൻ തന്നെ തീരുമാനിക്കുകയാണ്. ഒരാളെ കൊല്ലാൻ, 2 പേരെ കൊല്ലാൻ അവൻ തന്നെ തീരുമാനിക്കുകയാണ്. 2 പേരെ കൊല്ലാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ബ്രേക്കേ ചവിട്ടിയില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ തടഞ്ഞു തന്നെ ആവണം. അത് നമ്മൾ വളരെ കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടൽ, ശക്തമായ ഇടപെടൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ സർക്കാർ കൊടുക്കും. ഇത്തരം മത്സര ഓട്ടങ്ങൾ ഒരു കാരണവശാലും അതെവിടെ കണ്ടാലും, ഞാൻ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും പറയുന്നു, നിങ്ങൾ അതപ്പം തന്നെ മൊബൈലിൽ പകർത്തി അയച്ചോളൂ. അതിഗംഭീരമായ ഫൈൻ അങ്ങ് ചെല്ലും, കർശനമായ നടപടിയും ചെല്ലും. ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു കുറവും വരുത്തത്തില്ല. അതുകൊണ്ട് ജനങ്ങൾ അതിനകത്ത് ഒരു സിവിലിയൻസ് ആപ്പ് എന്ന് പറയുന്നത്, സിവിലിയൻ തന്നെ അതിന്റെ ചുമതലയെടുക്കണം. എല്ലായിടത്തും പോയി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അത് ഏറ്റെടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ താന്തോന്നി തുരുത്തിലേക്കുള്ള ബോട്ടിന്റെ കാര്യം പറഞ്ഞു. അത് വലിയ ബോട്ട് വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഈ കാറ്റാമറൈൻ 2 ഹള്ളുള്ള ബോട്ട് അവിടെ പോകില്ല, മറ്റേ ബോട്ടേ പോവുള്ളൂ. അപ്പൊ പൊയ്ക്കൊണ്ടിരുന്ന ബോട്ട് ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അത് പണിക്ക് വേണ്ടി, ഫിറ്റ്നസിന് വേണ്ടി കയറ്റിയതാണ്. ഡയറക്ടറോട് മറ്റൊരു വലിയ ബോട്ട് നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം അത് ഏർപ്പാടാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA-മാരുടെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഇത്ര മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് റോഡ് ജലഗതാഗത വകുപ്പിന് നൽകിയ MLA-മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ പണി പിന്നീട് താമസിച്ചെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെയും കോൺട്രാക്ടറെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ, സർവ്വീശ്വരന്റെ അനുഗ്രഹത്തോടെ ഈ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് വേണ്ടി ഈ ബിൽഡിംഗ് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.